പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല. സ്വാഭാവികം. ഞാന് തൃശ്ശൂരിൽ വളർന്ന് പഠിച്ച ഒരു ആളാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എയർ കമാൻഡർ MK ചന്ദ്രശേഖരന്റെ മകനാണ്. അയ്യന്റെ മോനെ, അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും. മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയും. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയും. ലോക പൊട്ടൻ. അപ്പോൾ എന്നെ പഠിപ്പിക്കരുത്. ഞാൻ ഇവിടെ പഠിക്കാൻ കോൺഗ്രസ് നിന്നും CPM എന്നല്ല വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും ഒരു ബോറിനെ സഹിക്കാൻ മറ്റൊരു ബോറിനെ കഴിയും. അതിനുവേണ്ടി അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ മടങ്ങിപ്പോയില്ല എന്നും ഞാൻ അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു. ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത്. ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ? CPM-നെ പ്രൊട്ടക്ട് ചെയ്യാൻ നടന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോവൂല. ഞങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി 2 ദിവസം പറയും. നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, പറയൂ. അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി. എടാ ഗോപി മഞ്ജുരിന്റെ മോനെ, അടുത്ത ആഴ്ചയല്ല, അടുത്ത സീസണിൽ പോലും നിനക്ക് കിട്ടില്ല. ഇനിയാണ് എന്റെ കളി വേറെ റേഞ്ചിലാണ്. അവിടെ ഇരുന്നാ മതി. അവിടെ ചോദിക്കരുത്. നിങ്ങൾ ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. ചോദിക്കരുത്. ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ ഈ നായിന്റെ മോനെ ഞാൻ കൊന്നു. ഇല്ല, ശുദ്ധം നുണയാണ്. നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്. ഒരു നാണമില്ലാത്തൊരു ചാനലാ. നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ല. അല്ല, മരിച്ച ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നൊരു നാളില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ മാധ്യമപ്രവർത്തകല്ല.